എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിറ്റ് വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ആദ്യം എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം. യൂണിഫോം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, യൂണിഫോം ഒരേപോലെ അല്ലേ. സ്കൂളുകളിലൊക്കെ അസംബ്ലിയിലൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് കുട്ടികൾ നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരേപോലെയാണ് അല്ലേ. അപ്പോൾ അതാണ് യൂണിഫോം എന്നത്, ഒരേ കണക്ക് പോവുക അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കുക എന്നുള്ളതാണ് യൂണിഫോം വെലോസിറ്റിയുടെ അർത്ഥം. വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ മാറ്റം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം, ശരിയല്ലേ? സമയവും സെയിം ആയിരിക്കണം. അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കണം ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇപ്പോൾ 1 മുതൽ 2 സെക്കൻഡ് വരെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 10 ആണെങ്കിൽ അടുത്ത 2 മുതൽ 3 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 20 അല്ലേ? 20. ഈ രണ്ടെണ്ണം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നോക്കിയാൽ സമയത്തിൻ്റെ ഇടവേള സെയിമാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരിക്കലും യൂണിഫോം വെലോസിറ്റി ആയി മാറില്ല. അപ്പോൾ ഇവിടെ 10 വന്നു കഴിഞ്ഞാൽ ഇവിടെയും 10 വരണം, ഇവിടെ തന്നെ ഇവിടെയും 10 വരണം, എന്നാൽ മാത്രമേ യൂണിഫോം വെലോസിറ്റി ആയി മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ച് ഈക്വൽ ആയിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊസിഷൻ വരുന്ന മാറ്റം. 1 മുതൽ 2 സെക്കൻഡ് വരെ, ഇത് സമയമാണെന്ന് സങ്കല്പിക്കുക. 1 മുതൽ 2 സെക്കൻഡ് വരെ 10 മീറ്ററിൽ നിന്ന് 20 മീറ്ററിലേക്ക് വസ്തു മാറി. അപ്പോൾ ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ഡിഫറൻസ് 10 ആണ്. അടുത്ത 2 മുതൽ 3 സെക്കൻഡ് വരെ ശരിക്കും 20 മീറ്ററിൽ നിന്ന് 30 മീറ്ററിലേക്ക് മാറണം. അപ്പോൾ ഡിഫറൻസ് 10 തന്നെ കിട്ടും. അപ്പോൾ ഇത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. ഇനി വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും സെയിം ആയിരിക്കും അല്ലേ. വെലോസിറ്റി എന്തോരും? 10 ടൈം. ടൈം എന്ന് പറഞ്ഞാൽ 1 വരും. ഇതിനിടയിലുള്ള ഡിഫറൻസ് 1. ഇതും അങ്ങനെ തന്നെ 10/1. അപ്പോൾ ശരിക്കും 10 തന്നെയാണ് ഇവിടുത്തെ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ യൂണിഫോം മോഷനിലാണ് എന്നും പറയാറുണ്ട്. യൂണിഫോം മോഷനിലാണെന്നും പറയും. ഓക്കെ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മളിപ്പോൾ 1 ഡയമെൻഷണൽ മോഷനാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞ ഈ ടേംസ് എല്ലാം സെയിം ആയിരിക്കും. അത് കൺഫ്യൂഷൻ വരരുത്. കാരണം സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇതെല്ലാം സെയിം ആയിട്ടുള്ള പദങ്ങളാണ്. അപ്പോൾ എന്താ യൂണിഫോം വെലോസിറ്റി? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റുകൾ തുല്യമായിരിക്കണം, തുല്യ ഇടവേളകളിൽ. അപ്പോൾ അത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. അത് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് നോക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ളതാണ്, ആ വെരി ഇൻസ്റ്റൻറ്റ് അല്ലേ. വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്പീഡോമീറ്റർ, ഒരു വാഹനത്തിൻ്റെ സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഒരിക്കലും അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ശരിക്കും V കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഒരു പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ശരിക്കും ഇതാണ് നമ്മുടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് സൂചിപ്പിക്കുന്ന പൊസിഷനാണ്. അപ്പോൾ പൊസിഷന് വന്ന വ്യത്യാസത്തെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഡെൽറ്റ കാണിക്കുന്നത്. ഡെൽറ്റ കാണിക്കുന്നത് ചേഞ്ച് എന്നാണ്. ഡിവൈഡഡ് ബൈ സമയത്തിന് വന്ന ചേഞ്ച് ഡെൽറ്റ ടി. ഇതാണ് ശരിക്കും വെലോസിറ്റി. ഇങ്ങനെയാണ് വെലോസിറ്റി. പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആയി മാറണമെങ്കിൽ ശരിക്കും സമയം വളരെ ചുരുങ്ങണം. അറൗണ്ട് ഒരു 0.0000 ഇങ്ങനെയുള്ള 1 സെക്കൻഡ്. ഇതൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അല്ലെങ്കിൽ 0.1 ആയാലും മതി, അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. സമയം വളരെ ചെറുതായിരിക്കണം. അപ്പോൾ സമയം വളരെ ചെറുതാക്കി എടുക്കാനായിട്ട്
നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയായിരിക്കും. മാത്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ എടുക്കും. ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ എടുക്കും. ലിമിറ്റ് സമയം 0യിലേക്ക് പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ലിമിറ്റ് സമയം 0യിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് കണ്ടുപിടിച്ചു. ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലേ, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ, ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് dx/dt എന്ന് കിട്ടും. ഇതിൻ്റെ റിസൾട്ട് dx/dt. ശരിക്കും ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു ചേഞ്ചാണ് ഡി എന്ന് പറയുന്നത്. ഡി എപ്പോഴും സൂചിപ്പിക്കുന്നത് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് എന്നാണ്. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ വരുമ്പോൾ അത്രയും ഇൻസ്റ്റൻറ്റ് വരില്ല, വലിയൊരു ചേഞ്ചാണ്. ഇത് വളരെ ചെറിയ ഒരു സമയത്തേക്കുള്ളതാണ് ഡി. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? dx/dt. ഇത് കണ്ടു കഴിഞ്ഞാൽ ചില പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ dx/dt എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു വസ്തുവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റി, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡെന്നും പറയാം, സ്പീഡും ആവറേജ് സ്പീഡും സെയിം ആയിരിക്കും. ആ ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, വെൻ എ ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇത് ഓർത്ത് വെച്ചിരിക്കണം. കാരണം നമുക്കറിയാമല്ലോ, യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി മാറ്റമില്ല, സ്ഥിരമാണ്. ഇപ്പോൾ 50 ആണെങ്കിൽ 50 തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ 2 സമയം നമ്മൾ എടുത്തുകയാണെങ്കിൽ ആ ഓരോ സമയത്തും 50 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും? 50 തന്നെ കിട്ടും. അപ്പോൾ അതാണ് ആവറേജ് വെലോസിറ്റി. ഇത് തന്നെയാണ് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഏത് ഇൻസ്റ്റൻറ്റിലും 50 തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ശരി.